നമുക്കെല്ലാവർക്കും രണ്ട് ജീവിതങ്ങളുണ്ട്. രണ്ടാമത്തെ ജീവിതം തുടങ്ങുന്നത് നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ്. നാം പലപ്പോഴും വിചാരിക്കാറുണ്ട്, നാളെയാകാം, അടുത്ത തിങ്കളാഴ്ചയാകാം, അടുത്ത വർഷമാകാം എന്ന്. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരേ ഒരു സമയം ഈ കാണുന്ന നിമിഷം മാത്രമാണ്. കഴിഞ്ഞു പോയ സെക്കൻഡ് ഇനി കോടികൾ കൊടുത്താലും തിരിച്ചു വരില്ല. വരാനിരിക്കുന്ന നിമിഷം നിങ്ങളുടെ കയ്യിലുമല്ല. പലരും ജീവിതം ജീവിച്ച് തീർക്കുകയല്ല, പകരം വെറുതെ തള്ളി നീക്കുകയാണ്. സമയം പോകുന്നതിനെ കുറിച്ച് നാം ആകുലപ്പെടുന്നു, എന്നാൽ സമയം എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് നാം ചിന്തിക്കുന്നില്ല. തിയേറ്റർ വിട്ടതിന് ശേഷം ടിക്കറ്റ് തിരിയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുപോലെയാണ് ജീവിതം കഴിഞ്ഞതിന് ശേഷം സമയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്. ഒരാൾ സമയത്ത് വെറുമൊരു അക്കമായിട്ടല്ല കണ്ടത്, ജീവിതത്തിന്റെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യൻ. അതെ, സ്റ്റീവ് ജോബ്സ്. ആപ്പിൾ എന്ന കമ്പനിയുടെ സ്ഥാപകൻ എന്നതിലുപരി സ്റ്റീവ് ജോബ്സ് സമയത്തിന്റെ വില കൃത്യമായി അറിഞ്ഞ ആളായിരുന്നു. 1980-കളിൽ ആപ്പിൾ അവരുടെ ആദ്യത്തെ മാക്കിൻടോഷ് കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന സമയം ഒരു ദിവസം ജോബ്സ് അദ്ദേഹത്തിന്റെ മെയിൻ എഞ്ചിനീയറായ ലാരി കെന്നോണിന്റെ അരികിലെത്തി. കമ്പ്യൂട്ടർ ബൂട്ടാക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കണമെന്നതായിരുന്നു ജോബ്സിന്റെ ആവശ്യം. എഞ്ചിനീയർ പറഞ്ഞു, അത് അസാധ്യമാണ്, അതിനും വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ജോബ്സ് ഒരു കണക്ക് കൂട്ടി കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കമ്പ്യൂട്ടർ ലോകത്ത് 50 ലക്ഷം ആളുകൾ ഉപയോഗിക്കാൻ പോകുന്നു. ദിവസവും അവർ ഇത് ഒരു തവണയെങ്കിലും ഓൺ ചെയ്യും. നീ ഇതിന്റെ ബൂട്ടിംഗ് സമയത്തിൽ നിന്ന് വെറും 10 സെക്കൻഡ് കുറച്ചാൽ ദിവസവും 5 കോടി സെക്കൻഡുകൾ മനുഷ്യവർഗത്തിന് ലാഭിക്കാം. വർഷത്തിൽ അത് ലക്ഷക്കണക്കിന് മണിക്കൂറുകളാകും. അതായത് നീ 10 സെക്കൻഡ് കുറച്ചാൽ കുറഞ്ഞത് 10 മനുഷ്യരുടെ മുഴുവൻ ജീവിതകാലമാണ് നീ രക്ഷിക്കുന്നത്. നോക്കൂ, വെറും 10 സെക്കൻഡിനെ ഒരു മനുഷ്യന്റെ ആയുസ്സുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം അദ്ദേഹം സമയത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ദ അൾട്ടിമേറ്റ് ടേണിംഗ് പോയിന്റ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2003-ൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ എന്ന്. ആ സമയം മുതൽ അദ്ദേഹം തന്റെ സമയത്ത് കൂടുതൽ തീവ്രമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഐഫോണും ഐപാഡും ഒക്കെ ലോകത്തിന് മുന്നിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിലാണ്. അദ്ദേഹം പിന്നീട് സാൻഫോർഡ് സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉടൻ തന്നെ മരിക്കാൻ പോകുന്നു എന്ന ചിന്തയാണ് ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സഹായിച്ചത്. കാരണം മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ പരാജയപ്പെടുമോ എന്ന ഭയം, അപമാനം, ഇവയെല്ലാം മരണത്തിന് മുന്നിൽ ഒന്നുമല്ലാതെയായി മാറും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം അതോടെ മനസ്സിലാകും. പലരും പറയാറുണ്ട്, എനിക്ക് അതിനുള്ള മൂഡില്ല, നാളെ ചെയ്യാം. നിങ്ങളുടെ മൂഡ് നോക്കിയല്ല ഈ ലോകം കറങ്ങുന്നത്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ? പരാജയപ്പെട്ടവർ മൂഡ് വരുമ്പോൾ മാത്രം ജോലി ചെയ്യുന്നു. വിജയിച്ചവർ മൂഡില്ലെങ്കിലും ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നു. നിങ്ങൾ ഇന്ന് കളയുന്ന ഓരോ മണിക്കൂറും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം കൂട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് വിശ്രമിക്കുമ്പോൾ മറ്റൊരാൾ അവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകും. അവൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കും. ജീവിതം ഒരു മത്സരമല്ലായിരിക്കാം, പക്ഷേ സമയം ആരോടും കാത്തു നിൽക്കാത്ത ഒരു നദിയാണ്. അതിൽ ഒഴുക്കിനൊപ്പം വെറുതെ നീങ്ങണോ അതോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീന്തി എത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഡോണ്ട് സ്റ്റോപ്പ്, സ്റ്റാർട്ട് നൗ. Today will never happen again. Your time is limited, so don't waste it living someone else's life. If you refuse to quit, the world cannot defeat you. Every moment is precious. Every second is an opportunity to rewrite your future. Stay strong, stay inspired, spark might.